നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സെപ്റ്റംബർ 3 നടക്കുന്ന വിജയദിന പരേഡിൽ ലോകശക്തികൾ ഒത്തുചേരുന്നു. ബെയ്ജിംഗിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം സൈനിക പരേഡിൽ വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും പങ്കെടുക്കും. അമേരിക്കയും ഇന്ത്യയും ഒടുവിൽ ഒന്നിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസിന് വഴിയൊരുങ്ങുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുമ്പോൾ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കും. വാർത്തകൾ വിശദമായി. US-നെ വീണ്ടും ഞെട്ടിച്ച് സ്കൂളിലെ ദാരുണ വെടിവയ്പ്. മിനസോട്ടയിലെ മിനിയാപോളിസിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ ബുധനാഴ്ച നടന്ന കൂട്ടവെടിവയ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിശദമായ വാർത്ത US റൗണ്ടപ്പിൽ. US പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവരുടെ അയൽവാസികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി പുനരാരംഭിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാത്ത രീതിയാണിത്. വിശദമായ വാർത്ത US റൗണ്ടപ്പിൽ. ഇംഗ്ലണ്ടിലുടനീളം ഭവന നികുതിയിലുള്ള ഇളവുകൾ എടുത്തുകളയുന്നതോടെ പ്രോപ്പർട്ടി ടാക്സ് കുത്തനെ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. വിശദവിവരങ്ങൾ യൂറോപ്പ് റൗണ്ടപ്പിൽ. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സെപ്റ്റംബർ 3 നടക്കുന്ന വിജയദിന പരേഡിൽ ലോകശക്തികൾ ഒത്തുചേരുന്നു. ബെയ്ജിംഗിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം സൈനിക പരേഡിൽ വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും പങ്കെടുക്കും. യൂറോപ്യൻ യൂണിയൻ അംഗമായ സ്ലൊവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ ഒഴികെ അടുത്തയാഴ്ച പരേഡിൽ പങ്കെടുക്കുന്ന 26 വിദേശ രാഷ്ട്ര തലവന്മാരിലും സർക്കാരിലും ഒരു പാശ്ചാത്യ നേതാക്കളും ഉണ്ടാകില്ല എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാന്റെ ഔപചാരിക കീഴടങ്ങൾ അടയാളപ്പെടുത്തുന്ന പരേഡിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസാഷ്കിയാൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ദക്ഷിണ കൊറിയയുടെ ദേശീയ അസംബ്ലി സ്പീക്കർ വു വോൺഷിക്, സെർബിയയുടെ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്, ബറാക് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ എന്നിവർ പങ്കെടുക്കുമെന്ന് ചൈനീസ് അസിസ്റ്റന്റ് വിദേശകാര്യ മന്ത്രി ഹോങ് ലി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയെ പ്രതിനിധീകരിക്കുന്നത് അണ്ടർ സെക്രട്ടറി ജനറൽ ലീ ജുൻഹുവെ ആയിരിക്കും. അദ്ദേഹം മുൻപ് ഇറ്റലി, സാൻ മറിനോ, മ്യാൻമാർ എന്നിവിടങ്ങളിലെ ചൈനീസ് അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്നേ ദിവസം വിദേശ പ്രമുഖർക്കും മുതിർന്ന ചൈനീസ് നേതാക്കൾക്കുമൊപ്പം ടിയാനൻമെൻ സ്ക്വയറിൽ 10,000-കണക്കിന് സൈനികരെ പ്രസിഡന്റ് ഷീ ജിൻപിങ് സന്ദർശിക്കും. അമേരിക്കയും ഇന്ത്യയും ഒടുവിൽ ഒന്നിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം സൗഹാർദ്ദപരമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തെ വളരെ സങ്കീർണമായ ബന്ധമാണെന്നും ബെസന്റ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും US ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും താൻ കരുതുന്നുവെന്നും ദിവസാവസാനം നമ്മൾ ഒന്നിക്കുമെന്ന് കരുതുന്നുവെന്നും ട്രഷറി സെക്രട്ടറി പറഞ്ഞു. US-ന് ഇന്ത്യയുമായി വലിയ വ്യാപാര കമ്മിയുണ്ടെന്ന് ബെസന്റ് ആവർത്തിച്ചു. കൂടാതെ ന്യൂഡൽഹി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഉയർന്ന തീരുവ ചുമത്തിയതായും പറഞ്ഞു. ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസിന് വഴിയൊരുങ്ങുന്നു. ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുമ്പോൾ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. നിലവിൽ ഇന്ത്യയിലെ ഒരു വിമാനത്താവളത്തിലേക്കും ചൈനയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ഇല്ല. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർ മലേഷ്യ, തായ്ലാന്റ്, സിംഗപ്പൂർ, ശ്രീലങ്ക വഴിയാണ് 8 മണിക്കൂറിലേറെ എടുത്ത് ചൈനയിലേക്ക് പോകുന്നത്. കോവിഡിനെ തുടർന്ന് 5 വർഷം മുൻപാണ് ചൈന ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ നിർത്തിയത്. ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചിരുന്നു. ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഗ്വാങ്ചൌ, ഷെങ്ദു എന്നീ പ്രധാന വിമാനത്താവളങ്ങളിലേക്കാണ് നേരത്തെ സർവീസുകൾ ഉണ്ടായിരുന്നത്. ഇനി US കാനഡ റൗണ്ടപ്പ്. സ്കൂൾ ഷൂട്ടിംഗ് അതിദാരുണം. മിനസോട്ടയിലെ ക്രൂരത. US-നെ വീണ്ടും ഞെട്ടിച്ച് സ്കൂളിലെ ദാരുണ വെടിവയ്പ്. മിനസോട്ടയിലെ മിനിയാപോളിസിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ ബുധനാഴ്ച നടന്ന കൂട്ടവെടിവയ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ മിനിയാപോളിസിലെ അനോൺസിയേഷൻ കാത്തലിക് സ്കൂളിൽ ഒരു ഷൂട്ടർ രാവിലെ കുർബാനയ്ക്കിടെ നടത്തിയ വെടിവയ്പിൽ 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 6 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള മറ്റ് 14 കുട്ടികൾക്കും പരിക്കേറ്റു. അവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അക്രമി വെസ്റ്റ്മാൻ ഡക്കോട്ട കൗണ്ടി റിച്ച്ഫീൽഡിൽ നിന്നുമുള്ള 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്റ്റ്മാൻ ആണ് പ്രാദേശിക വാർത്തയായ കെയർ 11 സ്ഥിരീകരിച്ചു. വെടിവെച്ചയാൾ ആത്മഹത്യ ചെയ്തു. പ്രതിയുടെ അമ്മ അനസേഷ്യൻ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. സംഭവത്തിൽ FBI അന്വേഷണം ആരംഭിച്ചു.
വെടിവെപ്പിനെ ആഭ്യന്തര ഭീകര പ്രവർത്തനമായും കത്തോലിക്കരെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ കുറ്റകൃത്യമായും കണ്ട് അന്വേഷിക്കുകയാണ്. A community behind us, Annunciation Church and School, committed to academics, service, and Catholic values, filled with the first days of school of beautiful children going to learn those values, share with their teachers and their classmates. And instead of that joy and that curiosity and that learning, they were met with evil and horror and death. How are you guys still doing? That's the exterior. At this point, we know we have a total of 19 victims from this tragedy. 2 were young children, ages 8 and 10, that were sitting in the pews at Mass when they were shot and killed. There were another 14 children between the ages of 6 and 15 that were injured by gunfire. There were also 3 adults in their 80s that were parishioners here attending Mass that were also shot in this incident. The coward that shot these victims took his own life in the rear of the church. That coward has been identified as 23-year-old Robin Westman. No prior criminal history. As to the weapons used to perpetrate this horrific attack, there was a rifle, a shotgun, and a pistol. How are the injured students doing? I believe all of them have their parents with them now, and they are all expected to survive. All of the remaining victims are expected to survive. There is a range of injuries, however. I have no information to share on a motive other than saying again that there was some sort of manifesto that was timed to come out on YouTube. It's been taken down and our investigators are going through that to try and develop a motive from that. We'll stand with this community. We'll redouble ourselves to do the best we can to understand what we can do to prevent any parent from having to receive the calls they received today, from any school dedicated to children having to respond to a situation that, as we said, is unthinkable, but that's all too common, not just in Minnesota, but across this country. സ്കൂളിന്റെ ആദ്യ ആഴ്ച ആഘോഷിക്കാൻ നടന്ന ഒരു ആരാധന ചടങ്ങിനിടെ രാവിലെ 8:30 ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുരന്തം സംഭവിച്ചതായി മിനിയാപോളിസ് പോലീസ് മേധാവി ബ്രയാൻ ഒഹാരോ പറഞ്ഞു. അക്രമി കെട്ടിടത്തിന് പുറത്ത് എത്തി പീഠങ്ങളിലിരിക്കുന്ന കുട്ടികളുടെ നേർക്ക് ഒരു റൈഫിൾ ഉപയോഗിച്ച് ജനാലകളിലേക്ക് വെടിവെക്കാൻ തുടങ്ങി. റൈഫിൾ, ഷോട്ട് ഗൺ, പിസ്റ്റൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെയും വിശ്വാസികളെയും വെടിവെച്ചു. പരിക്കേറ്റ 3 മുതിർന്നവരും 80 വയസ്സുള്ള ഇടവകക്കാരനാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത അക്രമി 2020 ഡക്കോട്ട കൗണ്ടിയിൽ തന്റെ പേര് റോബർട്ട് എന്നതിൽ നിന്നും റോബിൻ എന്നാക്കി മാറ്റുകയായിരുന്നു. ഒരു റൈഫിൾ, ഒരു ഷോട്ട് ഗൺ, ഒരു പിസ്റ്റൾ എന്നിവയെല്ലാം അടുത്തിടെ വെടിവെച്ചയാൾ നിയമാനുസൃതമായി വാങ്ങിയതാണെന്നും ഒറ്റയ്ക്കാണ് വെടിവെച്ചതെന്നും ഒഹാര കൂട്ടിച്ചേർത്തു. വെടിവെച്ചയാൾ യൂട്യൂബിൽ ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കാൻ തീരുമാനിച്ചതായും ഒഹാര പറഞ്ഞു. FBI-യുടെ സഹായത്തോടെ ഉള്ളടക്കം നീക്കം ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയൽപക്ക പരിശോധനകൾ വീണ്ടും വരുന്നു. US പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവരുടെ അയൽവാസികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി പുനരാരംഭിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി അമേരിക്കൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാത്ത ഈ രീതിയാണ്. 2025 ഓഗസ്റ്റ് 22 പുറത്തിറങ്ങിയ ഒരു നയപരമായ മെമ്മോ അനുസരിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പൗരത്വ നടപടികളുടെ ഭാഗമായി അയൽപക്ക പരിശോധനകൾ വീണ്ടും നടത്തും. 1991 ഉപേക്ഷിച്ച ഈ രീതി അപേക്ഷകരുടെ സമീപത്ത് താമസിക്കുന്നവരുമായി ഒപ്പം ജോലി ചെയ്യുന്നവരുമായി അഭിമുഖം നടത്താൻ ഏജൻസിക്ക് അധികാരം നൽകുന്ന ഒന്നാണ്. മെമ്മോയിൽ പറയുന്നതനുസരിച്ച് അപേക്ഷകർക്ക് പൗരത്വത്തിനുള്ള പ്രധാന യോഗ്യതകളായ നല്ല ധാർമ്മിക സ്വഭാവം, US ഭരണഘടനയോടുള്ള കൂറ്, US-നോടുള്ള നല്ല മനോഭാവം എന്നിവയുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് സർക്കാരിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പരിശോധനകൾ സഹായിക്കും. താരിഫിലെ ദുരിതമേറുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയ്ക്കും മേലുള്ള അധിക താരിഫ് നിലവിൽ വന്നതോടെ US വിപണിയിൽ നിലവിലുള്ളതോ ഉപഭോഗത്തിനായി US-ലെ വെയർഹൌസുകളിൽ നിന്ന് പിൻവലിക്കുന്നതോ ആയ ഉൽപ്പന്നങ്ങൾക്ക് 50% ഉയർന്ന തീരുവ ബാധകമായി.
താരിഫ് ഇമ്പാക്റ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം യുഎസിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 40 മുതൽ 45% വരെ കുറയുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. താരിഫ് തുടർന്നാൽ ഈ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 2024 മുതൽ 25-ലെ $87 ബില്യൺ നിന്നും ഈ വർഷം $49.6 ബില്യൺ കുറയുമെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് പറയുന്നു. ഇന്ത്യൻ ഇറക്കുമതിയുടെ താരിഫിൽ നിന്നും യുഎസ് ഭരണകൂടം പല മേഖലകളെയും വിഭാഗങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കയറ്റുമതിയുടെ ഏകദേശം 30.6% ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിപണിയിൽ ഡ്യൂട്ടി ഫ്രീ ആയി പ്രവേശിക്കുമെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, പെട്രോളിയം വിഭാഗങ്ങൾപ്പെട്ട ഉൽപ്പന്നങ്ങളെ അധിക നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ 2025 സാമ്പത്തിക വർഷത്തിൽ $27.6 ബില്യൺ ആയിരിക്കുമെന്നും തിങ്ക് ടാങ്ക് പറയുന്നു. കയറ്റുമതിയുടെ ഏകദേശം 4%, പ്രധാനമായും ഓട്ടോ പാർട്സ് 25% താരിഫ് നിരക്ക് ബാധകമാകും. സൂസനെ പുറത്താക്കി, ഇറങ്ങില്ലെന്ന് സൂസനും. ഒരു മാസം മുമ്പ് നിയമിതയായ യുഎസ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡയറക്ടർ സൂസൻ മൊണാരസിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ട്രംപ് ഭരണകൂടം നടത്തിയ നീക്കത്തെ തുടർന്ന് യുഎസിലെ ഉന്നത പൊതുജനാരോഗ്യ ഏജൻസിയിൽ പ്രതിസന്ധി. സൂസൻ രാജിവെക്കില്ലെന്നും ശാസ്ത്ര അനുകൂല നിലപാടിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നും അവരുടെ അഭിഭാഷകൻ പറഞ്ഞു. യുഎസ് ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയറുമായി യുഎസ് വാക്സിൻ നയങ്ങളിലെ വിയോജിപ്പാണ് പുറത്താക്കലിനു പിന്നിൽ. താൻ രാജിവെച്ചിട്ടുമില്ല, തന്നെ പുറത്താക്കിയിട്ടുമില്ല എന്നാണ് സൂസന്റെ നിലപാട്. രോഗനിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമുള്ള കേന്ദ്രങ്ങളുടെ ഡയറക്ടറായ മൊണാരസിനെ ബുധനാഴ്ച വൈകുന്നേരം പുറത്താക്കിയതായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സെർവീസസ് HHS പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ മാസം സെനറ്റ് നിയമിച്ച മൊണാരസ് യുഎസ് വാക്സിൻ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് യുഎസ് ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയറുമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ട്. നിയമപാലകന്റെ ജീവനെടുത്ത ക്രൂരത. ഡ്യൂട്ടിക്കിടെ കാറിടിച്ച് പരിക്കേറ്റ കൻസാസ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ മരിച്ചു. കൻസാസ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറായ ഹണ്ടർ സിമോൺസിക് ആണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ കൻസാസ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അക്രമി മനഃപൂർവ്വം കാറിടിപ്പിച്ചതാണ് എന്ന് കൻസാസ് സിറ്റി പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൻസാസ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആരംഭിച്ചു. കൻസാസ് സിറ്റി കമ്മ്യൂണിറ്റി കോളേജിന് സമീപം 75-ാം സ്ട്രീറ്റിൽ വെച്ചാണ് ഓഫീസർ സിമോൺസ്കിന് അപകടം സംഭവിച്ചത്. പോലീസിനെ അനുസരിക്കാതെ അമിത വേഗത്തിൽ പോയ ഒരു വാഹനം തടയാൻ സിമോൺസിക് ശ്രമിക്കുന്നതിനിടെയാണ് അക്രമി മനഃപൂർവ്വം വാഹനമിടിപ്പിച്ചത്. യുദ്ധാനന്തര ഗാസയ്ക്കായി ടോണി ബ്ലെയർ. യുദ്ധാനന്തര ഗാസയ്ക്കുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ട്രംപിന്റെ മരുമകനും മുൻ മുതിർന്ന ഉപദേഷ്ടാവുമായ ജാരഡ് കുഷ്നറും പങ്കെടുത്തതായും ആക്സിയോസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 2007-ൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം 2015 വരെ ബ്ലെയർ മിഡിൽ ഈസ്റ്റ് ദൂതന്റെ പങ്ക് ഏറ്റെടുത്തിരുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള പദ്ധതി രൂപീകരിക്കാൻ ജെറുസലേമിൽ സമയം ചിലവഴിച്ചിട്ടുണ്ട്. കാനഡയുടെ ടെക് തൊഴിൽ വിപണി തകർച്ചയിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാനഡയുടെ ടെക് തൊഴിൽ വിപണി തകർച്ചയിലേക്ക് നീങ്ങുന്നതായി പുതിയ പഠനം. ജോബ് പോസ്റ്റിംഗ് സൈറ്റായ ഇൻഡിസിന്റെയാണ് പുതിയ കണ്ടെത്തൽ. 2020-ന്റെ തുടക്കത്തിൽ തൊഴിൽ അവസരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഗസ്റ്റിലെ ഒഴിവുകൾ 19% കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2020-ന്റെ തുടക്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ AI-യുമായി ബന്ധപ്പെട്ട ജോലികളിലേക്കുള്ള നിയമനങ്ങൾ ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. ടെക് ജോലി പോസ്റ്റിംഗുകളിലെ കുറവിന്റെ ഭൂരിഭാഗവും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികകളിലാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വിപണിയിലുണ്ടായ മാറ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ സമീപകാല മുന്നേറ്റങ്ങളുടെയും ടെക് സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ എണ്ണം കൂട്ടുന്നതിൽ കാണിച്ച താല്പര്യക്കുറവോ ആകാം ഈ ഇടിവിന് കാരണമെന്നും ഇൻഡീസ് പറയുന്നു. 2022-ന്റെ അവസാനത്തിൽ ചാറ്റ് GPT പുറത്തിറങ്ങിയപ്പോൾ തന്നെ ടെക് ജോബ് പോസ്റ്റിംഗുകൾ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇത് AI-യിൽ താല്പര്യം വർദ്ധിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ടെക് മേഖലയിലെ തൊഴിൽ മാന്ദ്യത്തിന്റെ പ്രധാന കാരണം കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നും ഇൻഡീസ് വ്യക്തമാക്കുന്നുണ്ട്. മൂട്ടകളെ മണത്ത് കണ്ടുപിടിക്കാൻ ബെഡ്ബഗ് ഹണ്ടിംഗ് ഡോഗുകൾ. എഡ്മണിൽ മൂട്ടകളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച ബെഡ്ബഗ് ഡോഗ്സിന്റെ സേവനം വ്യാപകമാക്കുന്നു. 7 വയസ്സുള്ള സ്പ്രിംഗ് സ്പാനിയൽ ഇനത്തിൽപ്പെട്ട ഡാഷ് എന്നു പേരുള്ള നായ ഓർക്കിൻ കാനഡയ്ക്ക് വേണ്ടി ബെഡ്ബഗുകളെ മണത്തറിയുന്നതിൽ പ്രൊഫഷണലാണ്. ഈ നായ 99.9% കൃത്യതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഓർക്കിൻ കാനഡയിലെ
K9 ഹാൻഡറായ ഹെയ്തി വാട്ടൻഹൗട്ട് പറയുന്നു. മൂട്ടകൾ പുറപ്പെടുവിക്കുന്ന ഫെറോമോണുകളുടെ പ്രത്യേക ഗന്ധം തിരിച്ചറിയാൻ നായകളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യൂറോപ്പ് റൗണ്ടപ്പ്. ഇംഗ്ലണ്ടിലെ റോക്കറ്റ് പോലെ കുതിക്കാൻ പ്രോപ്പർട്ടി ടാക്സ്. ഇംഗ്ലണ്ടിലുടനീളം ഭവന നികുതിയിലുള്ള ഇളവുകൾ എടുത്തു കളയുന്നതോടെ പ്രോപ്പർട്ടി ടാക്സ് കുത്തനെ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടിൽ ആശങ്ക കൊടുക്കുന്നു. ചാൻസലർ റേച്ചൽ റീവ്സ് തന്റെ ശരത്കാല ബജറ്റിൽ പുതിയ സ്വത്ത് നികുതികൾ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹം ഇതിനകം തന്നെ വിലയിടിയുന്ന ഭവന വിപണിയെ മന്ദഗതിയിലാക്കുമെന്ന് എസ്റ്റേറ്റ് ഏജന്റുമാർ പറഞ്ഞു. 5 ലക്ഷം പൗണ്ടിൽ കൂടുതലുള്ള വീടുകളുടെ വിൽപ്പനയ്ക്ക് നികുതി ഏർപ്പെടുത്തുന്നതും 1.5 മില്യൺ പൗണ്ടിന് മുകളിലുള്ള പ്രാഥമിക വീടുകളുടെ മൂലധന നേട്ട നികുതി ഇളവ് നീക്കം ചെയ്യുന്നതും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളായി റേച്ചൽ റീവ്സ് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. 5 ലക്ഷം പൗണ്ടിൽ കൂടുതലുള്ള വീടുകളുടെ നികുതിയിലെ മാറ്റങ്ങൾ ഇടത്തരം വീടുകൾ വാങ്ങാൻ ഒരുങ്ങുന്നവരെ കൂടുതൽ കാത്തിരിക്കാനുള്ള തന്ത്രം പരിഗണിക്കാൻ പ്രേരിപ്പിച്ചേക്കാമെന്ന് പ്രോപ്പർട്ടി വെബ്സൈറ്റായ സൂപ്ല പറഞ്ഞു. 5 ലക്ഷം പൗണ്ടിൽ താഴെയുള്ള വാങ്ങലുകളിൽ പണം ലാഭിക്കാൻ സാധ്യതയുള്ളവരെയും ഈ ലെവലിൽ കൂടുതലുള്ള വാങ്ങുന്നവരെയും ഇത് ബാധിക്കും. ആത്മവിശ്വാസം കുറഞ്ഞു UK സേവന മേഖല. ഈ മാസം UKയിലെ സേവന മേഖലയിലുടനീളം ബിസിനസ് ആത്മവിശ്വാസം ഇടിഞ്ഞതായി ഞെട്ടിപ്പിക്കുന്ന സർവേ റിപ്പോർട്ട്. വിൽപ്പന കുറയുന്നതും ചെലവുകൾ വർദ്ധിക്കുന്നതും മിക്ക സ്ഥാപനങ്ങളും ലാഭത്തിൽ ഇടിവ് നേരിടാൻ കാരണമായി. ഇത് നിയമനങ്ങൾ കുറയ്ക്കുന്നതിനും നിക്ഷേപം കുറയ്ക്കുന്നതിനും കാരണമായി എന്ന് CBI പറഞ്ഞു. ഉപഭോക്തൃ സേവന സ്ഥാപനങ്ങൾ തുടർച്ചയായ 8ാം മാസവും നെഗറ്റീവ് പ്രവചനം തുടർന്നപ്പോൾ മറ്റ് ബിസിനസ്സുകളിൽ പെടുന്ന സേവന കമ്പനികൾ തുടർച്ചയായ 4ാം മാസവും പ്രവർത്തനത്തിൽ ഇടിവ് റിപ്പോർട്ട് ചെയ്തു. CBIയുടെ ഏറ്റവും പുതിയ സേവന മേഖലയിലെ വോട്ടെടുപ്പിൽ മിക്ക കമ്പനികളും അവരുടെ സാധ്യതകളെ കുറിച്ച് ആശങ്കാകുലരാണെന്നും വേനൽക്കാല അവധിക്ക് ശേഷം ജോലിയിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള പ്രവർത്തനത്തിൽ മന്ദതയുള്ളതായും കണ്ടെത്തി. ഇംഗ്ലണ്ടിലെ വർദ്ധിച്ചു വരുന്ന ചെലവ് സമ്മർദ്ദങ്ങളും ദുർബലമായ ഡിമാൻഡും ലാഭത്തെ ബാധിക്കുകയും വർഷത്തിന്റെ ശേഷിച്ച കാലയളവിലേക്കുള്ള പ്രതീക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഈ ബിസിനസ് ആത്മവിശ്വാസം ഇടിഞ്ഞതെന്ന് CBI സർവേയെ അടിസ്ഥാനമാക്കി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. UK ഡ്രൈവിംഗ് നിയമങ്ങൾ കടുപ്പിക്കുമോ? ഇന്ത്യക്കാർക്ക് ഇംഗ്ലണ്ടിലെ നിരത്തുകളിൽ അടുത്ത ഇരുട്ടടി വരുന്നു. വിദേശ ലൈസൻസ് ഉള്ള ഡ്രൈവർമാർക്ക് UK റോഡുകളിൽ വാഹനം ഓടിക്കാൻ അനുമതി നൽകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയേക്കും. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് സൗത്ത് ബാസിൽഡൺ ആൻഡ് ഈസ്റ്റേൺ താറോക്കിൽ നിന്നുള്ള സ്വതന്ത്ര MP ആയ ജെയിംസ് മെക്മുർഡോക്ക്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം GB ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. ആവശ്യത്തിന് യോഗ്യതയില്ലാത്ത വിദേശ ഡ്രൈവർമാർ ബ്രിട്ടീഷ് നിരത്തുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നിലവിലെ നിയമമനുസരിച്ച് യൂറോപ്യൻ യൂണിയനോ യൂറോപ്യൻ എക്കണോമിക് ഏരിയയ്ക്കോ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലൈസൻസ് ഉള്ളവർക്ക് ബ്രിട്ടനിലെത്തി ആദ്യ 12 മാസക്കാലം അവരുടെ ലൈസൻസിൽ അനുവദിച്ചിട്ടുള്ള ചെറിയ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും. മരണങ്ങൾക്കും പരിക്കുകൾക്കും റോഡ് ഗതാഗതം പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗിന്റെ ഗുണനിലവാരം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശങ്ങളിൽ നിന്നും ലൈസൻസ് എടുത്തു വരുന്ന ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത വളരെ വലുതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UKയിലെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റോ തിയറി ടെസ്റ്റോ ഇവർ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ UKയിലെ ഡ്രൈവിംഗ് നിലവാരം ഇവർക്കുണ്ടോ എന്ന് പരിശോധിക്കാനുമാകുന്നില്ല. അനധികൃതർക്കായി റീഫോമിന്റെ ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ്. അനധികൃത കുടിയേറ്റക്കാരെ ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ് എന്ന പദ്ധതിയിലൂടെ കടുത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് റീഫോം പാർട്ടി. കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമാകുന്ന ബ്രിട്ടനിൽ ജനങ്ങളെ ആകർഷിക്കാൻ റീഫോം UK നേതാവ് നെയ്ജൽ ഫരാജ് കൊണ്ടുവന്ന പുതിയ കുടിയേറ്റ നയപ്രകാരം അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ 5 വർഷത്തിനകം 6 ലക്ഷം അഭയാർത്ഥികളെ നാടുകടത്തും. ഓക്സ്ഫോർഡ് ഷെയറിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ചാനൽ കടന്നെത്തുന്ന അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യാനുള്ള തന്റെ പാർട്ടിയുടെ ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ് എന്ന പദ്ധതി വെളിപ്പെടുത്തിയത്. താൻ പ്രധാനമന്ത്രിയായാൽ ചാനലിലൂടെയും മറ്റു വഴികളിലൂടെയും എത്തുന്ന എല്ലാ അനധികൃത അഭയാർത്ഥികളെയും അവർ ബ്രിട്ടനിൽ എത്തുമ്പോൾ തന്നെ പിടികൂടി നാട് കടത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ചെറുയാനങ്ങളിൽ അനധികൃത അഭയാർത്ഥികൾ ബ്രിട്ടനിൽ എത്തുന്നത് തടയാൻ കാര്യക്ഷമമായ മാർഗം ഉടനടി അവരെ പിടികൂടി തിരിച്ചയക്കുക എന്നത് മാത്രമാണെന്നും നെയ്ജർ ഫരാജ് പറഞ്ഞു. അനധികൃത അഭയാർത്ഥികളുടെ വരവ് കാര്യക്ഷമമായി തടയാനായാൽ മാത്രമേ ഭരണകൂടത്തിനുമേൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവുള്ളൂ എന്നും നെയ്ജൽ ഫരാജ് കൂട്ടിച്ചേർത്തു. സ്റ്റാർമറിന്റെ അറസ്റ്റുകൾ പ്രഹസനമോ? ബാങ്ക് ഹോളിഡേ ആയ തിങ്കളാഴ്ച മാത്രം ഇംഗ്ലണ്ടിലേക്ക് 650ഓളം അനധികൃത അഭയാർത്ഥികൾ ചെറുയാനങ്ങളിൽ ചാനൽ കടന്നെത്തിയപ്പോൾ ഏറെ കൊട്ടിഘോഷിച്ച 1 in 1 ഔട്ട് പദ്ധതിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് വെറും 5-6 പേർ മാത്രം. അനധികൃതമായി ഈ രാജ്യത്ത് വന്നാൽ നാടുകടത്തപ്പെടുമെന്ന മുന്നറിയിപ്പോടെ ആദ്യ അഭയാർത്ഥികളുടെ ചിത്രം സർ കെയർ സ്റ്റാർമർ പങ്കുവച്ചിരുന്നു. അഭയാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതിന്റെയും അവരുടെ വിരലടയാളങ്ങൾ എടുക്കുന്നതിന്റെയും ചിത്രങ്ങൾ ഒപ്പമുണ്ട്. എന്നാൽ ഏറെ നിരാശാജനകമെന്നാണ് റിഫോം UK പാർട്ടി ഈ പോസ്റ്റിനെ വിശേഷിപ്പിച്ചത്. വലിയ തോതിൽ തന്നെ അനധികൃത അഭയാർത്ഥികൾ ചാനൽ കടന്നെത്തുമ്പോൾ 5-6 പേരെ മാത്രം തിരിച്ചയക്കുന്ന പദ്ധതി അനധികൃത കുടിയേറ്റ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നും പാർട്ടി കുറ്റപ്പെടുത്തി. നാടുകടത്താൻ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ നികുതിദായകന്റെ ചെലവിൽ ഹോട്ടലുകളിൽ താമസിപ്പിക്കാതെ
ഹോം ഓഫീസിന്റെ ഡിറ്റൻഷൻ സെന്ററുകളിലായിരിക്കും താമസിപ്പിക്കുക. പ്രാഥമിക കണക്കുകൾ അനുസരിച്ച് 2025 ഇതുവരെ 28,947 പേരാണ് ഇത്തരത്തിൽ ചാനൽ കടന്നെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇക്കാലയളവിലുണ്ടായ അനധികൃത കുടിയേറ്റത്തിന്റെ 50% കൂടുതലാണിത്. ബ്രാഡ്ഫോർഡിൽ പോലീസ് വേഷത്തിലെത്തി ജ്വല്ലറി കൊള്ള. ബ്രാഡ്ഫോർഡിലെ ജ്വല്ലറിയിൽ പോലീസ് വേഷത്തിലെത്തിയ 4 പേർ ആഭരണങ്ങൾ മോഷ്ടിച്ചു കടന്നു. ഗ്രേറ്റ് ഹോട്ടൺ റോഡിലുള്ള ചാച്ച ജ്വല്ലറിയിലാണ് പോലീസ് വേഷത്തിലെത്തിയവർ മോഷണം നടത്തിയത്. 4 പേരിൽ 2 പേർ പോലീസിന്റെ ലോഗോ ആലേഖനം ചെയ്ത കറുത്ത ടീഷർട്ടും മറ്റു 2 പേർ വെളുത്ത ടീഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. ഓഗസ്റ്റ് 23 ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കൗണ്ടറിനുള്ളിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരോട് ഇവർ സംസാരിക്കുന്നതും അറസ്റ്റിന് വിധേയരാകാൻ ആവശ്യപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം ജ്വല്ലറിയിൽ നിന്നും സാധനങ്ങൾ വാരിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അവർ. കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മോഷ്ടാക്കളിൽ ഒരാളെ കാറിന് പുറത്തേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോലീസ് മോഷ്ടാക്കൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ബർമിംഗ്ഹാമിൽ കൊള്ള നടത്തിയത് ഈ 4 സ്ത്രീകൾ. പരിചയമില്ലാത്തവരെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബർമിംഗ്ഹാം പോലീസ്. കെയർ ഏജൻസികളിലെ ജീവനക്കാർ, കൗൺസിൽ, മറ്റ് യൂട്ടിലിറ്റി കമ്പനികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ എന്നൊക്കെ അവകാശപ്പെട്ടായിരിക്കും സാധാരണ ഇവർ എത്തുക എന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന അപരിചിതരെ ഐഡന്റിറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീട്ടിൽ കയറ്റുക. വീട്ടുകാരുടെ ശ്രദ്ധ തിരിച്ച് പണവും ആഭരണങ്ങളും മോഷ്ടിച്ച സംഭവത്തിൽ 4 സ്ത്രീകൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. ബിർമിംഗ്ഹാം ഹാൻസ്വർത്തിലുള്ള ഹോളി റോഡിലെ ഒരു വീട്ടുടമയാണ് ഇവർ ഇരയാക്കിയത്. കഴിഞ്ഞ ജൂലൈ 8 രാവിലെ 10 മണിക്ക് വീടിനുള്ളിൽ പ്രവേശിച്ച ഇവർ വിലപിടിപ്പുള്ള ആഭരണങ്ങളും പണവും മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ഇതുവരെ പ്രതികളെ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 സ്ത്രീകളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ബെയ്റൂവിന് മക്രോണിന്റെ പൂർണ്ണ പിന്തുണ. അവിശ്വാസം നേരിടാൻ ഒരുങ്ങുന്ന ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റൂവിന് ഇമ്മാനുവൽ മക്രോൺ തന്റെ പൂർണ്ണ പിന്തുണ നൽകി. ഫ്രാൻസ് പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനാൽ ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിൽ മാക്രോൺ നേതൃത്വം നൽകി. മാക്രോൺ ബെയ്റൂവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും സർക്കാർ പോരാട്ട മനോഭാവത്തിലാണ് എന്നും യോഗത്തിനു ശേഷം സർക്കാർ വക്താവ് സോഫി പ്രിമാസ് പറഞ്ഞു. പൊതുചെലവ് കുറയ്ക്കുന്നതിനും പൊതുകടം കുറയ്ക്കുന്നതിനുമുള്ള തന്റെ ചെലവ് ചുരുക്കൽ നടപടികൾക്ക് പാർലമെന്റിന്റെ പിന്തുണ തേടി സെപ്റ്റംബർ 8 വിശ്വാസ വോട്ടെടുപ്പ് നടത്തുമെന്ന് മധ്യസ്ഥനും മാക്രോൺ സഖ്യകക്ഷിയുമായ ബെയ്റൂ ഈ ആഴ്ച പ്രഖ്യാപിച്ചു. ഫ്രാൻസിന്റെ പൊതുധനകാര്യ സ്ഥിതിയെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരവാദിത്തം കാണിക്കണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടതായി പ്രിമാസ് പറഞ്ഞു. ഗ്രീൻലാൻഡിൽ US-നെതിരെ ഡെൻമാർക്ക്. ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഗ്രീൻലാൻഡ് പൗരന്മാരുടെ പട്ടിക തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിൽ US-നെ പ്രതിഷേധമറിയിച്ച് ഡെൻമാർക്ക്. പൊതുജനാഭിപ്രായവും ആർട്ടിക് പ്രദേശത്തിന്റെ ഭാവിയും രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻലാൻഡിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സ്വാധീന പ്രചരണത്തെക്കുറിച്ച് ഡെൻമാർക്ക് US ചാർജ് ഡി അഫയേഴ്സിനെ അടിയന്തര യോഗത്തിനായി വിളിച്ചു വരുത്തി. ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസുമായും ബന്ധമുള്ള കുറഞ്ഞത് 3 US ഏജന്റുമാർ ഗ്രീൻലാൻഡ് സമൂഹത്തിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതായി ഡാനിഷ് വിദേശകാര്യ ഓഫീസ് സ്ഥിരീകരിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണിത്. US നടപടി തികച്ചും അസ്വീകാര്യമാണ് എന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്കെ റാസ്മുസൻ പദ്ധതിയെ അപലപിച്ചു. ആചാരവെടിയിൽ പൊലിഞ്ഞത് വരന്റെ ജീവൻ. വടക്കൻ തുർക്കിയിൽ വിവാഹാഘോഷത്തിനിടെയുണ്ടായ ആചാര വെടിവയ്പ് വരന്റെ ജീവനെടുത്തു. ഗിരേസുൻ പ്രവിശ്യയിലെ സെബിൻസ് കരഹിൻസൺ എന്ന പട്ടണത്തിൽ ചടങ്ങുകൾക്കു ശേഷം നവദമ്പതികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ 23 വയസ്സുള്ള അലി എന്ന വരന് ഭാര്യയുടെ ബന്ധുവായ സ്ത്രീയുടെ തോക്കിൽ നിന്നും വെടിയേറ്റ് പരിക്കേറ്റതായി സംസ്ഥാന വാർത്താ ഏജൻസി അനഡോലു റിപ്പോർട്ട് ചെയ്തു. തുർക്കിയുടെ വടക്കൻ കരിങ്കടൽ മേഖലയിലെ വിവാഹങ്ങളിൽ ആഘോഷ വെടിവയ്പ് സാധാരണമാണ്. സുരക്ഷാ സേന സ്ത്രീയെ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ പൂന്തോട്ടത്തിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത 2 പിസ്റ്റളുകൾ കണ്ടെത്തുകയും ചെയ്തതായി ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ പ്രോസിക്യൂട്ടർമാർ അന്വേഷണം ആരംഭിച്ചു. UK-യിലെ ശ്രീനാരായണ ഗുരു മിഷനിൽ ഗുരുജയന്തിയും ഓണാഘോഷവും. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 7 UK-യിലെ ശ്രീനാരായണ ഗുരു മിഷൻ SNGM UK ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിക്കുന്നു. ലണ്ടനിലെ 16 പാർക്കിംഗ് റോഡിലുള്ള മിഷൻ സെന്ററിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പരിപാടി ആരംഭിക്കും. ഈ വർഷത്തെ ആഘോഷം സമത്വം, വിദ്യാഭ്യാസം, ആത്മീയ പ്രബുദ്ധത എന്നിവയിൽ ഗുരു നൽകിയ ശാശ്വത സന്ദേശത്തിനുള്ള ഒരു ഊർജ്ജസ്വലമായ ആദരാഞ്ജലിയായിരിക്കും. തൊഴിൽ പെൻഷൻ വകുപ്പിന്റെ സഹമന്ത്രി സർ സ്റ്റീഫൻ ടിംസ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അക്കാദമിക് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ അലക്സ് ഗാത്ത് മുഖ്യപ്രഭാഷണം നടത്തും. സമ്പന്നമായ ഒരു സാംസ്കാരിക പരിപാടി ഇതേ തുടർന്നുണ്ടാകും. യുവാംഗം സോണിയ അരുൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഗുരുപ്രഭ അവതരിപ്പിക്കുന്ന ഹോം കമ്മിങ് എന്ന ഹ്രസ്വ നാടകം അരങ്ങേറും. ശശി എസ് കുളമട സംവിധാനം ചെയ്ത ഒരു സംഗീത നാടകമായ ഗുരുവന്ദനം ഗുരുവിലുള്ള ആദരാഞ്ജലി അർപ്പിക്കലാകും.
ഗുരുപ്രഭയുടെ നൃത്തസംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര ശ്രീനാരായണ ഗുരുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാംസ്കാരിക പൈതൃകത്തെയും ഐക്യത്തെയും ആഘോഷിക്കുന്ന വൈവിധ്യമാർന്ന സംഗീത നൃത്ത പ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറും. SNGM UK നേതൃത്വത്തിൽ സെപ്റ്റംബർ 14 ഈസ്റ്റ് ഹാമിലെ, ഓഗസ്റ്റ് 30 ക്രോയ്ഡണിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 കേന്ദ്രങ്ങളിലും ഓണസദ്യ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക secretariat@sngm.org. ഓണം ഗംഭീരമാക്കാൻ സോമർസെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ. സോമർസെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അതിഗംഭീരമായ ഓണാഘോഷം ഈ വരുന്ന ഓഗസ്റ്റ് 30 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ യോവിൽ ഗേറ്റ് വേ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് 29 വൈകിട്ട് 5 മണി മുതൽ മേശയിലെ ഓണം എന്ന തലക്കെട്ടിൽ കാർഡ്, ക്യാരംസ്, ചെസ് മത്സരങ്ങളിലൂടെ ഈ വർഷത്തെ ഓണപരിപാടികളും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ കുട്ടികളുടെ കേരള തനിമ വിളിച്ചറിയിക്കുന്ന ഫാഷൻ പരേഡ്, അത്തപ്പൂ, വടംവലി എന്നിവ നടക്കും. തുടർന്ന് കൈകൊട്ടിക്കളിയും വിഭവസമൃദ്ധമായ ഊണും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് റീൽസ് മത്സരവും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സോമർസെറ്റ് നിവാസികൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഈ ഓണമെന്ന് പ്രസിഡന്റ് ഗിരീഷ് കുമാറും സെക്രട്ടറി ബാബറിൻ ജോണും ട്രഷറർ ടിനു തോമസും എക്സിക്യൂട്ടീവ് അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. ഇനി ആനന്ദ് ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.37 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.64 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.03 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.58 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം എത്തിക്കാൻ UAE അഡ്നോക് ഗ്യാസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കരാർ ഒപ്പിട്ടു. 15 വർഷം LNG എത്തിക്കാനുള്ള ദീർഘകാല കരാറിലാണ് ഇരു കമ്പനികളും ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ ഊർജ്ജ ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കരാർ പ്രകാരം അഡ്നോക് ഗ്യാസ് പ്രതിവർഷം 10 ലക്ഷം ടൺ LNG ഇന്ത്യയിലെത്തിക്കും. 2029 ആകുമ്പോഴേക്കും അഡ്നോക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ LNG വാങ്ങുന്ന രാജ്യമായി ഇതോടെ ഇന്ത്യ മാറും. അഡ്നോക്കിന്റെ നാസ് ഐലൻഡ് കോർപ്പറേഷനിൽ നിന്ന് 1.2 ദശലക്ഷം ടണ്ണും റുവൈസ് LNG പദ്ധതിയിൽ നിന്ന് 1 ദശലക്ഷം ടണ്ണും അടക്കം 2.2 ദശലക്ഷം ടൺ LNG ആണ് 2029 ആകുമ്പോഴേക്കും IOC ഇന്ത്യയിലെത്തിക്കുക. 2022 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. എമിറേറ്റിനെ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് ഫിനാൻഷ്യൽ വകുപ്പും ക്യാഷ്ലെസ് ദുബായുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവെച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുക, ഡിജിറ്റൽ പേയ്മെന്റ് ചാനലുകൾ വിപുലീകരിക്കുക എന്നിവയാണ് സഹകരണത്തിന്റെ ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ക്യാഷ്ലെസ് ദുബായ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകളുടെ 90% ഡിജിറ്റൽ ചാനലുകൾ വഴി നടപ്പാക്കുകയും 2026 അവസാനത്തോടെ എമിറേറ്റിന്റെ പൂർണ്ണ ഡിജിറ്റൽ പ്രാപ്തി 100% ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.